അതാണ് അനീഷ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് ലഭിക്കാനുള്ളത് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവമാണ്. അതിൽ ഇടിച്ച വാഹനം ഏതെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഇടിച്ചതെന്നാണ് എഫ്ഐആറിൽ പറയുന്നതെങ്കിൽ ബെൻസ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം. എന്താണ് അനീഷ് ഇതിലൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത്? പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിലും തുടർന്ന് ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചതും ഈ സ്ഥലത്തുള്ള മറ്റ് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞതും ഈ ഡിഫൻഡർ വാഹനമാണ് ആൽവിനെ ഇടിച്ചതെന്നാണ്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബെൻസ് കാറാണ് ഇടിച്ചത് എന്ന രീതിയിലുള്ള കണ്ടെത്തലാണ്. എന്തായാലും ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 വാഹന ഉടമകളോടും വണ്ടിയുടെ RC രേഖകളും ലൈസൻസ് അടക്കമുള്ള രേഖകളും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം വിശദമായ വാഹന പരിശോധനകളും നടത്തും. ഇതിനുശേഷമാവും കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും MVD നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ബെൻസ് കാറാണ് ഈ ഇടിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിലെ തന്നെ ഒരു സ്ഥാപനമായ ഓട്ടോ 999 എന്ന പേരിലുള്ള ഈ കാർ ഡീറ്റെയിലിംഗ് മറ്റും നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഉടമസ്ഥയിലുള്ള ഉടമയുടെയും ബന്ധുവിൻ്റെയും വാഹനങ്ങളാണ് ഈ ഡിഫൻഡറും ബെൻസും. 2 വാഹനങ്ങളും ചേർത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. അത് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബീച്ച് റോഡിലാണ് ചിത്രീകരണം നടന്നത്. 2 വാഹനങ്ങളും ഒരേ ദിശയിൽ മുന്നോട്ട് ചീറിപ്പാഞ്ഞു വരികയും ആ ദൃശ്യങ്ങൾ അഖിൽ പകർത്തുകയുമാണ് ചെയ്തത്. അഖിൽ ഈ റോഡിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഈ 2 വാഹനങ്ങളും 2 വശത്തോടെ വരുന്നത് ചിത്രീകരിക്കാൻ നിന്നത്. പക്ഷേ അതിൽ ഒരു വാഹനം ദിശ തെറ്റി ഈ ആൽവിന് നേരെ വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികളും മറ്റും അങ്ങനെ തന്നെ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൻ്റെ ഒരു വശത്തേക്ക് അഖിൽ തെറിച്ച് വീഴുകയുണ്ടായി എന്നും പറയുന്നു. അതുകൊണ്ട് കൃത്യമായി തന്നെ ഏത് വശത്തോടെ വന്ന വാഹനമാണ് ഇടിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണുള്ളത്. ഒപ്പം ഈ സമീപത്തെ ഒരു ചെരുപ്പ് കടയിലെ CCTVയിൽ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന് നാട്ടുകാർ നമ്മളോടൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ നമ്മളൊക്കെ അടക്കം ഉള്ള ആളുകൾ ആ കടയിൽ ബന്ധപ്പെട്ടപ്പോൾ ആ CCTVക്ക് റെക്കോർഡിംഗ് ഇല്ല, മറിച്ച് നിരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ക്യാമറയാണ് എന്ന് അറിയിച്ചു. ഒപ്പം ഈ രാവിലെ 7:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. ഉടൻ തന്നെ ആൽവിനെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് 11 കൂടി മരണം നടന്നെങ്കിലും പിന്നീട് ഏറെ വൈകിയാണ് ഈ കാര്യങ്ങൾ പോലീസിൽ നിന്നടക്കം പുറത്തേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ചില ഒത്തുതീർപ്പുകൾ അല്ലെങ്കിൽ ചില ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുവെന്ന വിവരമുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ വാഹനം നീക്കുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നുവെന്നും അറിയുന്നു. ഒപ്പം ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഈ വാഹനങ്ങൾക്കുണ്ട് എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തത ലഭിക്കൂ എന്നാണ് MVD പറയുന്നത്. എന്തായാലും അക്കാര്യം ഇന്ന് ഉണ്ടാവുമെന്നുറപ്പാണ്. ഒരുപക്ഷെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതും ഈ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങളിലേക്കും MVD കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൽവിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു യുവാവായിരുന്നു അഖിൽ. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെടുകയും നാട്ടുകാർ 40 ലക്ഷം രൂപയോളം പിരിവെടുത്ത് ഈ ആൽവിനെ വൃക്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും പിന്നീട് വിദേശത്തേക്ക് പോവുകയുമായിരുന്നു. കഴിഞ്ഞ അടുത്തിടെയാണ് വിദേശത്തു നിന്നും മടങ്ങിയെത്തിയത്. ഇത് ഈ വൃക്ക ശസ്ത്രക്രിയ നടത്തിയ ശേഷം 6 മാസം കൂടുമ്പോൾ വൈദ്യപരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആ പരിശോധനകളുടെ ഭാഗമായാണ് നാട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഈ ഓട്ടോ 999 എന്ന സ്ഥാപനത്തിൽ ഈ ആൽവിൻ നേരത്തെ ജോലി ചെയ്തിരുന്നു. ഇത്തരമൊരു സൗഹൃദത്തിൻ്റെ പുറത്താണ് ഈ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കാൻ വന്നത്. എന്തായാലും ഈ പ്രൊമോഷണൽ വീഡിയോകൾ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ വൈദഗ്ധ്യം 21കാരനായ ആൽവിൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത്. എന്തായാലും ആ അടുപ്പത്തിൻ്റെ പേരിലാണ് ഈ ചിത്രീകരണത്തിലെത്തുകയും ദാരുണമായ ഈ സംഭവം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർമാരുടെ ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അനീഷ്.